ഹായ് എവ്രി വൺ. നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് നോക്കാം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ ആൻഡ് തേർഡ് പാർട്ടി തമ്മിൽ ഉള്ള എനർജി എന്താണെന്നാണ് നോക്കുന്നത്. ഒരുപാട് കാർമികമായിട്ടുള്ള ക്ലിയറൻസ് നടക്കുന്ന സമയമാണ്. ഫൈറ്റ്സ്, കോൺഫ്ലിക്ട്സ് റീഡൊക്കെ ചെയ്യുമ്പോൾ പേഴ്സണൽ റീഡിങ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഓവറോൾ എനർജിയാണ് നോക്കുന്നത് കേട്ടോ. നമുക്ക് പൈൽ 1, പൈൽ 2 എന്ന രീതിയിൽ തന്നെ എടുക്കാം. അത് ഒന്നുകൂടെ നല്ലത്. അപ്പം ഞാൻ 2 കാർഡ്സ് എടുക്കട്ടെ. ഓക്കെ, 2 പൈലുണ്ട്. പിങ്ക് കളറാണെന്ന് 3-1 എന്ന നമ്പറും പിന്നെ ഉണ്ടായിരുന്ന നമ്പർ 29 ആൻഡ് 31 ആണ് ഇന്നത്തെ പൈൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കോൾ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് 1 ആയിട്ടോ അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 2 3 ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാൻ വേണ്ടി. രണ്ടും നിങ്ങൾക്ക് ലൈക്ക് കോളിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് 2 പേഴ്സൺ മോർ ദൻ ഒന്നിലൊക്കെ കൂടുതൽ പേഴ്സൺ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ യു കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യം 3-1 പോകാം നമുക്ക്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആൻഡ് തേർഡ് പാർട്ടിയും ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ജസ്റ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാവുന്നതാണ്. യൂണിവേഴ്സ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിൻ്റെ തേർഡ് പാർട്ടിയും അവരുടെ പേഴ്സണും തമ്മിൽ എന്ത് എനർജിയാണ്. യെസ്, ഒരു കാർഡ് നിൽക്കും നോക്കൂ. 4 ഓഫ് സോർഡ്സ് ആണ് കേട്ടോ. എനിക്കിത് ഫീൽ ചെയ്ത എനർജിയാണ്. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്. ഓക്കെ, ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് എനർജീസാണ്. ലവേഴ്സ് കാർഡ് കാണിക്കുന്നുണ്ട്. മേ ബി നിങ്ങളൊരു സ്പിരിച്വൽ ജേർണിയിലുള്ളവരായിരിക്കാം. സ്പിരിച്വൽ കണക്ഷൻസ് ആയിരിക്കാം നിങ്ങളും നിങ്ങളുടെ പേഴ്സണും. അവരെ വിട്ട് തേർഡ് പാർട്ടിയിലേക്ക് പോയതാണ് കാണിക്കുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ് ആണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് തേർഡ് പാർട്ടി തമ്മിൽ വെയിറ്റിംഗ് ആണ്, ജഡ്ജ്മെൻ്റ് ആണ് കാണിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് കാർഡ് നോക്കാം നമുക്ക്. കിങ് ഓഫ് വാൻസ് ആണ്. ഓക്കെ, യെസ്, ഇതിലൊരു ചീറ്റിംഗ് കാർഡും ഒരു ക്യൂൻ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്കൊന്ന് എനിക്ക് 4 ഓഫ് സോർഡ്സ് കിട്ടിയപ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് റീഡിങ് നോക്കാം. ഇതിൽ കാണിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയും തമ്മിൽ ഒരു 4 ഓഫ് സോർഡ്സ് എനർജി എന്താണ്. അത് കുറേ പ്രാവശ്യം കാണുന്നവർക്കും അതുപോലെ എൻ്റെ സ്റ്റുഡൻസൊക്കെ കാണുന്നവരുണ്ട്. 4 ഓഫ് സോർഡ്സ് മീൻസ് ഒരു കൈൻഡ് ഓഫ് പെയിൻഫുൾ സിറ്റുവേഷൻസ്. ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യും. എപ്പോഴാണ് ഉറക്കത്തിന് ഡിസ്റ്റർബ് ചെയ്യുന്നത്? നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിന് ഡിസ്റ്റർബൻസസ് വരുമോ? ഉറങ്ങാതിരിക്കില്ല. നമുക്ക് എന്തെങ്കിലും പെയിൻ, മനസ്സിൽ എന്തോ ഒരു കാര്യം ദഹിക്കാതെ വരും. കുറ്റബോധം, ഗിൽറ്റ്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ട് എനിക്ക് ഇന്നിങ്ങനെ വന്നു, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ വിഷമിക്കുന്നത് കൊണ്ടാണോ എനിക്കിങ്ങനെ വരുന്നത്, എൻ്റെ ലൈഫ് ഇത്രയും ചലഞ്ചസിലൂടെ കടന്നു പോകുന്നത്, ഞങ്ങൾ തമ്മിൽ എന്താണ് മാച്ച് ആവാത്തത്, അല്ലെങ്കിൽ എപ്പോഴും മടിയാണ്. ഇതൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുമാണ്. ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും കൊണ്ട് രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വിഷമിക്കുന്ന ഒരു പേഴ്സണെയാണ് കാണുന്നത്. 3 സോർഡ്സ് മുകളിലും 1 സോർഡ്സ് താഴെയാണ് കാണിക്കുന്നത്. ഒരു പാസ്റ്റിൽ ചെയ്ത കാര്യങ്ങളുടെയും ഇപ്പോഴത്തെ പ്രസന്റ് മൊമെൻറ്റിലുള്ള കാര്യങ്ങളുമാണ് കൂടുതൽ അവരെ വേദനിപ്പിക്കുന്നത്. ഓക്കെ, സോ അതിൻ്റെ കൂടെ അവർക്ക് ഹീലിങ്ങും കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് റെസ്റ്റ് എടുക്കേണ്ടവർക്ക് റെസ്റ്റ് എടുക്കുക. കാരണം ഇവിടെ ഹീലിങ്ങിൻ്റെ കുറച്ച് ഇവരെ കാണിക്കുന്നുണ്ട്. ഏഞ്ചൽസിൻ്റെ പ്രസൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. സോ ജസ്റ്റ് ടേക്ക് റെസ്റ്റ്. ഇപ്പോൾ അവർ ഒരുപാട് ഓടി നടക്കുന്നതായിരിക്കും. എനർജി ഒട്ടുമില്ലാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഓവർ വിശപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ വിശപ്പില്ലാത്ത അവസ്ഥ, പെട്ടെന്ന് തലവേദനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ നിങ്ങളുടെ എനർജി വലിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ, നിങ്ങൾ ഒരുപാട് ഫുഡ് അഡിക്റ്റ് ആവുന്നൊരവസ്ഥ ഒക്കെ കാണുന്നുണ്ടായിരിക്കും. ഇതൊക്കെ എനർജിയുടെയാണ്. ഇതിലൊരു സ്പിരിച്വൽ കണക്ഷനെ കാണിക്കുന്നു. മേ ബി ഒരു ട്വിൻ ഫ്ലെയിം ജേർണി ആയിരിക്കാം ഈ പൈൽ 3-1 ചൂസ് ചെയ്തത്. കാരണം ഇവരെ പാർട്ട്ണർ ഇവർ ചീറ്റ് ചെയ്യുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് പോലെയൊക്കെയാണ് ഇവരെ മുമ്പിൽ നിൽക്കുന്നത്. ഒരുപാട് പ്രണയമുള്ള, ഇവരെ മാത്രം സ്നേഹിക്കുന്ന, ഇവർ തേർഡ് പാർട്ടിയുടെ മനസ്സിൽ ഇവർ മാത്രമേ ഉള്ളൂ എന്ന് കാണിക്കുകയാണ്. പക്ഷേ ശരിക്കും ഇതാണ് അവർ റിയൽ ഇമേജ്. ചീറ്റ് ചെയ്യണം. അവർ ഒരുപാട് ചീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പല റിലേഷൻഷിപ്പിൽ പോകുന്നുണ്ടായിരിക്കും. പല പൈസകളൊക്കെ അങ്ങനത്തെ ഓരോ ഇടപാടുകളൊക്കെ ഉണ്ടായിരിക്കും. തേർഡ് പാർട്ടിക്ക് വിചാരിച്ച പോലെയല്ല, ഒരുപാട് ഫേക്ക് ആയിട്ടുള്ളൊരു പേഴ്സണെയാണ് അവർ ഡീൽ ചെയ്യുന്നത് കേട്ടോ. ക്യൂൻ ഓഫ് കപ്സ് ആയിട്ടാണ് ആദ്യമൊക്കെ ഇവർ മുമ്പിൽ നിന്നിട്ടുള്ളത്, ഫേക്ക് ആയിട്ട്. പക്ഷേ ക്യൂൻ ഓഫ് കപ്സ് മീൻസ് ആ ക്വീനിന് ഒരു പേഴ്സണോടാണ് ഒരുപാട് എനർജി ഉള്ളത്, സ്നേഹമുള്ളത്. ആ ഒരു പ്രണയമാണ് കപ്പിൽ കാണിക്കുന്നത്. പ്രത്യേകത ഒരു ലാമ്പല്ലേ. പക്ഷേ 7 ഓഫ് സോർഡ്സ് ആണ് കാണിക്കുന്നത്. 7 ഓഫ് സോർഡ്സ് മീൻസ് ഇവരെ കണ്ട 2 സോഡ് വെച്ച് മെല്ലെ നീങ്ങി പോവാണ്. ഇവരാരും അറിയാതെ ഓരോന്ന് ഒപ്പിക്കുക. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഇതൊക്കെ അറിയുന്നുണ്ട്. പല സുഹൃത്തുക്കൾ വഴിയൊക്കെ അറിയുമ്പോൾ ഭയങ്കരമായിട്ട് പെയിൻ വരികയാണ്. അപ്പോൾ അവരുടെ ലൈഫിൽ പുതിയ തുടക്കം എടുക്കണമെന്നും ഒരു ആക്ഷൻ എടുക്കണമെന്നും ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സുമായിട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഡിറ്റാച്ച്ഡ് ആയി. കാരണം
അവർ ആഗ്രഹിച്ച കാര്യം നടക്കാതെ അപ്പോൾ അവർക്ക് അത്ര അറിവില്ലല്ലോ. യൂണിവേഴ്സാണ് എന്നെ ഇങ്ങനെയൊക്കെ ആക്കിയെന്ന് പറഞ്ഞ് യൂണിവേഴ്സിനോട് മിണ്ടാതെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്പിരിച്വൽ കാര്യങ്ങളിൽ നിന്ന് കടന്നു അമ്പലത്തിൽ പോവില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ല, എന്തായാലും നടക്കേണ്ട പോലെ നടക്കട്ടെ എന്നൊരു അവസ്ഥയിലെത്തി. അപ്പോൾ യൂണിവേഴ്സ് പോലും ഇവരിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടുണ്ട്. ജഡ്ജ്മെൻ്റാണ് കാണിക്കുന്നത്. ജഡ്ജ്മെൻ്റ് അർത്ഥം എന്താ? വെയിറ്റിംഗ് പീരീഡ്. യൂണിവേഴ്സ് ഇവരെ എപ്പോഴാണോ സറണ്ടർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വിസ്ഡംസ് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പക്ഷേ ഇവർ വെർജ് ഓഫ് സറണ്ടർ മോഡിലാണെന്ന് നമുക്ക് പറയാം. ഒരുപാട് എക്സ്റ്റേണൽ ഇതുവരെ ശബ്ദങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് എപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരുപാട് എക്സ്റ്റേണൽ നോയ്സസ് വരാറുണ്ട്. അത് പല മീനിങ്സ് ആയിരിക്കും. അവിടെ ക്ലിയർ ചെയ്യണം, അവിടെ ഒരു പുല്ലുകളൊക്കെ വൃത്തിയാക്കുക, വിച്ച് മീൻസ് കാർമിക് ക്ലിയറൻസസ് ആണ്. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത്. കാർമിക് ക്ലിയറൻസസ് നടക്കുന്ന സമയമാണ് കേട്ടോ. കിങ് ഓഫ് വാൻസ് ഇവരുടെ ഈഗോ ആയിരുന്നു മെയിൻ പ്രശ്നം. നിങ്ങൾ തേർഡ് പേഴ്സൺ അല്ല, നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ അതൊക്കെ പൊട്ടിച്ചു തുടങ്ങി. അതിനുശേഷം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നൈറ്റ് ഓഫ് സോൾസ് ഓടി വരണം, ഇനി നിൽക്കാൻ വയ്യ. അവർക്ക് അത്രയും ഫെഡപ്പായി എന്ന് പറയുന്നു, മടുത്തു അവർക്ക് ആ ഒരു ലൈഫ്. കാരണം ചതിച്ചുകൊണ്ടിരിക്കുക, ഇവരത് അറിയുന്നുണ്ട്. എന്നിട്ട് അവർ മൈൻഡ് ചെയ്യാതെ നിൽക്കുക. കുഴപ്പമില്ല, പോട്ടെ, പോണ വഴി പോട്ടെ, സൊസൈറ്റി എന്ന് വിചാരിക്കും, ഫ്രണ്ട്സ് എന്ന് വിചാരിക്കും, ഞങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ ചിന്തിക്കും. പക്ഷെ ഇനി വയ്യ, അത്രമാത്രം ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയുമ്പോൾ അവരൊരു ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി യൂണിവേഴ്സുമായിട്ട് കണ്ടുമുട്ടിച്ച കണക്ഷൻസ് ആണെന്ന്. ആൻഡ് ഫുൾ കട്ട്, പുതിയ ബിഗിനിങ്സ് ആണ് കാണിക്കുന്നത്. പുതിയ ബിഗിനിങ്സ്, അവരുടെ ലൈഫിലൊരു പുതിയ തുടക്കം വേണം. കാരണം അവർ ഫൂളായി. നോക്കുക, കറക്റ്റ് നിങ്ങൾക്ക് കാണാനുണ്ട്. ഈ ഫൂളിൻ്റെ മുകളിലാണ് 7 ഓഫ് സോഴ്സ് കാർഡ് വന്നിട്ടുള്ളത്, അതിൻ്റെ താഴെയാണ് ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് ഇവരെ ശരിക്കും വിഡ്ഢിയോ ആക്കി നമ്മുടെ ഈ തേർഡ് പാർട്ടി. അങ്ങനെയാണ് അവർക്ക് അത് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക്. അപ്പോഴാണ് ശരിക്കും തേർഡ് പാർട്ടി വരുന്നത്. വളരെ നല്ലതാണ്. ഇനി ആരും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകണേ കമൻറ്റ് ചെയ്യരുത് കേട്ടോ. കാരണം തേർഡ് പാർട്ടി എപ്പോഴും ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റിയൽ ആളുകൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയാണെന്ന് കാണിക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ പാർട്ട്ണർ കംപ്ലീറ്റ് ഒരു ദേവതയായിരുന്നു, ഇവർ ലീഡ് ചെയ്യുന്ന പിശാചിൻ്റെ കൂടെയാണെന്നുള്ള എനർജി അവർക്ക് മനസ്സിലാവുന്നുണ്ട്. സോ തേർഡ് പാർട്ടി എപ്പോഴും നല്ലതാണ്. അവർക്ക് തേർഡ് പാർട്ടിക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കാം. അപ്പോൾ ബ്ലെസ്സിങ്സ് കൊടുക്കുമ്പോൾ അവരെ കോൺട്രാക്റ്റ് വേഗം തന്നെ കഴിയാനും അവരെ റിയൽ ക്യാരക്ടർ നിങ്ങളുടെ പേഴ്സണ് കാണാനും കഴിയുകയാണ് ചെയ്യുന്നത്. സോ ജഡ്ജ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അവർക്ക് ഒരുപാട് ചീറ്റിംഗ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫയൽ 1 ചൂസ് ചെയ്തവരാണ്. 3-1 ബാലൻസ് ഇല്ലാതെ അവർ ബാലൻസിലേക്ക് വരണമെന്നും അവർ ലൈഫിൻ്റെ ചാർജിനെ അവർക്ക് എടുക്കണം. ഇത്ര നാളും ഇവർ പറയുന്നത് കേട്ട് ജീവിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം അവർക്ക് ഫെഡപ്പായി. രാത്രി ഒരു മനുഷ്യന് ഉറക്കം പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. ഹെൽത്ത് കണ്ടീഷൻസ് വരും, തലവേദനിക്കുന്നുണ്ടായിരിക്കും, അവർക്ക് തലയ്ക്ക് ഒരുപാട് ഭാരം, ഹാർട്ടിങ്ങനെ എക്സ്പ്ലോഡ് ആവുന്ന പോലെ. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് രാത്രിയൊക്കെ പെട്ടെന്ന് കരച്ചിൽ വരുന്നുണ്ടായിരിക്കും, ഉറക്കം സ്ലീപ്പ് ലേറ്റായിട്ട് വരുന്നു, ഹൃദയത്തിൽ ഭയങ്കര കല്ല് വെച്ചൊരു ഭാരം, ഓവർ വിശപ്പ്, ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. കാരണം നിങ്ങളുടെ എനർജി ഇവർ ഓട്ടോമാറ്റിക്കലി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രെയിൻഡ് ആവും, അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഫുഡ് അഡിക്റ്റഡ് ആവും. അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ലൈഫിൽ ഒരുപാട് എന്താ പറയുക, ഒരു ക്ലാഷസ്, ഫൈറ്റിങ്, അല്ലെങ്കിൽ ഒരു ചതി ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതവർ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. മേ ബി നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് വരാനും നിങ്ങളുമായിട്ട് കണ്ടുവന്ന് സംസാരിക്കാനും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പൈൽ 1ൻ്റെ റീഡിങ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും തമ്മിൽ മനസ്സിലായില്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് നോ കോൺടാക്ട് സിറ്റുവേഷൻസ് ആയിരിക്കും, സൈലൻറ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയും തമ്മിൽ നടക്കുന്നത്. അവർ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നത് നിങ്ങളെ കാണിക്കുകയാണ്. ലൈക്ക് ഞങ്ങൾ ഓക്കെയാണ്, ഞങ്ങൾ തമ്മിൽ പ്രശ്നമില്ല എന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയും നിങ്ങൾക്ക് ഇതിൻ്റെ ന്യൂസസ് കിട്ടാനോ അല്ലെങ്കിൽ ഇവരെന്നെ ഡയറക്റ്റ് വന്ന് പറയാനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് ഈ ഒരു ഇയർ എൻഡ് ആവുന്നതോടെ ഒരുപാട് കാർമിക് ക്ലിയറൻസസ് നടക്കുക, ഒരുപാട് ഷിഫ്റ്റ് വരുന്നുണ്ട്. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. TF ജേണിയിൽ പോകുന്നവരാണെങ്കിൽ എന്തോരം ഷിഫ്റ്റാണെന്നറിയാം. എനിക്ക് തന്നെ ഫീൽ ചെയ്യും. ഞാനൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഓവറായിട്ടുള്ള ഫുഡ് അഡിക്റ്റ് ഒക്കെ ആവുക. കാരണം നമ്മൾ തന്നെയാണോ എന്ന് ചിന്തിച്ച് പോകുന്ന അവസ്ഥ. ഒരുപാട് ടയേർഡ്നെസ്, അല്ലെങ്കിൽ കുറേ ചേഞ്ചസ് DNA വരും, ഭയങ്കര ഇച്ചിങ് വരിക. ഇതൊക്കെ നമ്മളുടെ DNA ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ ഫയൽ 1ൻ്റെ റീഡിങ് ഇതാണ്. ഇനി നമുക്ക് ഫയൽ 2ലേക്ക് പോകാം കേട്ടോ. 2-9 ചൂസ് ചെയ്തവരുടെ റീഡിംഗ് ആണ് നെക്സ്റ്റ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ തേർഡ് പേഴ്സണും, അതായത് നിങ്ങളുടെ തേർഡ് പാർട്ടി ആയിട്ടുള്ള പേഴ്സണും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ എന്താണ് ഇവിടെ നടക്കുന്നത്, വാട്ട് ഈസ് ഗോയിങ് ഓൺ എന്നാണ് നോക്കുന്നത്. ഞാൻ ഷഫിൾ ചെയ്യാണ് കേട്ടോ. യൂണിവേഴ്സ്, സ്പിരിറ്റ്സ്, ഏഞ്ചൽസ്, എന്താണ് അവിടെ നടക്കുന്നത് എന്ന് നോക്കാം നമുക്ക്.
ഇതും ശരിക്കും 9, 10, 11 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 ആണ് വരെ 2. കിങ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനേക്കാളും നന്നായിട്ട് മെച്ചുവേർഡ് ആയിട്ടുണ്ട്. ഒരു മാരീഡാണ്, അഫ്കോഴ്സ് മാരീഡ് ആയിരിക്കാം, കാരണം കിങ് ആയതുകൊണ്ട് മാരീഡ് 35 അങ്ങനത്തെ ഒരു ഏജ് എനർജിയാണ് കാണിക്കുന്നത്. 3 കാർഡ്സ് ഇങ്ങനെ വീണിട്ടുണ്ട്, നോക്കാം. 8 ഓഫ് പെൻഡക്കിൾസ്, പൈൽ 2 ചൂസ് ചെയ്തവർക്ക് കുറച്ച് ഹെവി എനർജി കാണിക്കുന്നുണ്ട്. ഓക്കെ, സ്റ്റാർ അവേക്കനിങ്ങിൻ്റെ എനർജിയാണ് ഇപ്പോൾ വന്നത്. 2 ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. 9 ഓഫ് വാൻസ് കാണുന്നില്ല അല്ലേ. ഒരുപാട് സ്ട്രഗ്ലിംഗ് ആണ്. നിങ്ങൾക്ക് റിയൂണിയൻ ആവാൻ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും. എഫേർട്ട് മീൻസ് നിങ്ങൾ അത്രയും പ്യുവർ ഹീൽ ചെയ്യേണ്ടി വരും കേട്ടോ. ഡെത്താണ് കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ വെക്കുന്നുണ്ട്, അപ്പോൾ കുറച്ചുകൂടി കാണാൻ പറ്റും കാർഡ്സ്. ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആയല്ലോ, എന്ത് പറ്റിയാകും? ഒരു കാർഡും കൂടി എടുക്കാം. 8 ഓഫ് സോഡ്സ്. അപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് പ്രണയം ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാത്തത്. അവരെ കെട്ടിയിട്ടേക്ക് തേർഡ് പാർട്ടി, അങ്ങോട്ട് തിരിയാൻ പാടില്ല, ഇങ്ങോട്ട് തിരിയാൻ പാടില്ല. അവർ ഫോണൊക്കെ ചിലപ്പോൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ ഉറങ്ങുന്ന സമയത്തോ അവർ വാഷ്റൂമിലൊക്കെ പോകുന്ന സമയത്തോ ഇവരുടെ ഫോൺ കയറി ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ സെക്യൂരിറ്റി സാധനങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരിക്കും. അവരെന്താ ചെയ്യുന്നത് എന്നുള്ള ഓവറായിട്ടുള്ള ഇവർ അനലൈസ് ചെയ്യുന്നൊരു സ്വഭാവം. ഇവർക്ക് ഒട്ടും ഫ്രീഡം കൊടുക്കുന്നില്ല, ഒന്നിനും ഫ്രീഡം കൊടുക്കാതെ ഇവർ പിടിച്ച് വെച്ച് ഇറുക്കി നിൽക്കുന്ന പറയും. ഇങ്ങനെ കയറോണ്ട് ഇറുക്കിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത്. കാരണം അതുകൊണ്ടാണ് ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആയത്. അവർക്ക് നിങ്ങളോട് ഒരുപാട് പ്രണയമുണ്ട്. കാരണം നമുക്ക് 2 ഓഫ് കപ്സും ഏസ് ഓഫ് കപ്സാണ്. പക്ഷേ അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവരെ പിടിച്ചു വെച്ചത് കൊണ്ട് അവർക്ക് നിങ്ങളോട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോ പോലും നടക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ് ഇത് റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ബോട്ടം നോക്കട്ടെ. യെസ്, 4 ഓഫ് കപ്സ്. ആകെ കപ്സ് ഇതിൽ ഭയങ്കര ഇമോഷൻസ് കാണിക്കുന്നു. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണും അവേക്കനിങ് നടക്കുന്നുണ്ട്, നിങ്ങൾക്കും അവേക്കനിങ് നടക്കുന്നുണ്ട്. അവർക്കൊരു തീരുമാനം എടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അപ്പോൾ 2 ഓഫ് സോഡ്സാണ്. ഇവർക്ക് ഒരുപാട് തോട്ട്സാണ്. ഇവർ തേർഡ് പാർട്ടി ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഈ ഒരു പൈൽ 2 കാണുമ്പോൾ. കാരണം നിങ്ങളുടെ പേഴ്സണെ ഒരു റൈറ്റിലേക്ക് തിരിയണമെങ്കിൽ തേർഡ് പാർട്ടിയോട് ചോദിക്കണം. അത്രയും എക്സ്ട്രീമായിട്ടുള്ള മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ ഇവരെ ഓവറായിട്ട് കമാൻഡ് ചെയ്യുക, ഫ്രീഡം. നിങ്ങൾക്ക് പണ്ട് നിങ്ങളുടെ പേഴ്സൺ ഫ്രീഡം തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവർ റിയലൈസ്ഡ് ആവുകയാണ്, ദൈവമേ ഞാൻ അവളോട് എന്തൊക്കെ ചെയ്തതിൻ്റെ 10 മടങ്ങാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള റിയലൈസേഷൻസ്. അവർക്ക് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കും. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ബോയ് ഫ്രണ്ടോ പാർട്ട്ണറോ ആയിരുന്നെങ്കിൽ അവരിപ്പോൾ ഫ്രീ ചിന്താഗതിയിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇവർ കെട്ടിയിട്ടേക്കാണ് കണ്ടോ. അവരൊട്ടും ഹാപ്പിയല്ല, അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ ഫോട്ടോസ് ഇടുക അങ്ങനെയൊക്കെ ഇടുന്നുണ്ടെങ്കിൽ അതും ഇവർ നിർബന്ധിച്ചിട്ട് ഇടിപ്പിക്കുന്നതാണ് തേർഡ് പാർട്ടി. ഓക്കെ, ഡെത്ത് കാണിക്കുന്നു. 2 ഓഫ് സോഡ്സ്, 9 ഓഫ് വാൻസ്. ഇവിടെ ഒരുപാട് ഹാർഡ് വർക്ക്, ഇവരിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കുകയാണ് തേർഡ് പാർട്ടി. കാരണം തേർഡ് പാർട്ടിക്ക് വേണ്ട കാര്യങ്ങൾ വാങ്ങാനും ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. എന്നിട്ടും ഇവർ കുറ്റപ്പെടുത്തും. ഇവരിങ്ങനെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഒരു മെഷീൻ പോലെ പൈസ ഉണ്ടാക്കുന്നു, കൊടുക്കുന്നു, അങ്ങനെ. അത് അല്ലാതെ വേറൊരു പ്രത്യേകത ഒരു ബോണ്ടോ ഒരു ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അവർക്കും ഒരുപാട് അവേക്കനിങ് വരുന്നുണ്ട്, നിങ്ങൾക്കും അവേക്കനിങ് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്താണ് ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ റിയൂണിയൻ പോസിബിലിറ്റി ഉണ്ട്. ഇവർ ഈ എനർജിയിൽ നിന്ന് കടക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ, പൈൽ 229 കാണുന്നവർക്ക് നിങ്ങളും എന്തൊക്കെയോ കാര്യങ്ങൾ കുടുങ്ങിക്കെടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെ പാരൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഒരുപാടുള്ളൊരു എനർജിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഭരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ആ ഒരു കയറ് പൊട്ടിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ പേഴ്സണും അതിൽ നിന്ന് കടന്നു വരാൻ സാധിക്കുള്ളൂ. സോ 8 ഓഫ് സോഡ്സാണ് കാണിക്കുന്നത്. എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സോ ഭയങ്കര സൊസൈറ്റി ഫിഗറായിട്ട് എന്തെങ്കിലും നിങ്ങൾ കടന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കടന്നു വരിക. നിങ്ങൾക്ക് ആരും വിളിച്ച് വന്നാൽ അവർക്കും ഈസിയിൽ ഇത് പൊട്ടിക്കാൻ സാധിക്കും. ഇത് പെട്ടെന്ന് ഈസിലി കട്ട് ചെയ്യാൻ പറ്റും. നോക്കി ഇവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ട് അല്ലേ. ഈ പേഴ്സൺ കൊതറി കഴിഞ്ഞാൽ ഇതൊക്കെ അഴിക്കാനുള്ള ചാൻസസ് കൂടെ സോഡും ഇരിക്കുന്നു, എടുത്തിട്ട് മുറിക്കാമല്ലോ. പക്ഷെ ഇവർ വിചാരിക്കുന്നത് പെട്ടുപോയി എന്നാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനോട് കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളും അത് ക്ലിയർ ചെയ്യുക. 8 ഓഫ് സോഡ്സ് ബ്ലാക്ക് മാജിക് എനർജി കൊടുത്തിട്ടോ ഇവിൾ എനർജി കൊടുത്തിട്ടോ ഒക്കെ അവർ മനം മാറ്റുന്നുണ്ടായിരിക്കും. ഇന്നത്തെ ഒരു വീഡിയോ ഇട്ടപ്പോൾ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, കൂടെ പേഴ്സണൽ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ്, ഞാനും അങ്ങനത്തെ ഒരു എനർജിയിലൂടെ കടന്നു പോവാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് കുറേ പേര് കമൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ ആയിരിക്കും മിക്കതും വീഡിയോ ആയിട്ട് വരുന്നത്. കാരണം ഇൻഡ്യൂട്ടീവിൽ വരുന്ന ഞാനിപ്പോൾ
വീഡിയോ എടുക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് പോലും എനിക്ക് എന്താണ് ടോപ്പിക്ക് വായിക്കുന്നതെന്ന് അറിയുന്നില്ല. അവർ ജസ്റ്റ് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇത് റീഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പോൾ ഇൻഡ്യൂട്ടീവ് റീഡിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എഫക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ പൈൽ 2ൻ്റെ കേസ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ പ്രണയം നിങ്ങളോടുള്ളത് ഇപ്പോൾ തിരിച്ചു വെച്ചേക്കുകയാണ്. കാരണം ഈ എനർജി കാരണമാണ് ടൈറ്റ് ഓഫ് സോർട്സ്. അപ്പോൾ നിങ്ങളും എന്ത് കമ്മിറ്റ്മെൻറ്റ് ഇഷ്യൂ ആണ് ഉള്ളതെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ പറ്റും. കാരണം ഡെത്ത് ഉണ്ട്, എവേക്കണിങ് ഉണ്ട്, വലിയ ട്രാൻസ്ഫോർമേഷനൂടെ കടന്നു പോവുകയാണ്. ടൈം പിടിക്കും. ഇത് കണ്ടു എന്ന് വെച്ചാൽ നാളെ ട്രാൻസ്ഫോർമേഷൻസ് കഴിഞ്ഞ് പിറ്റേ ദിവസം റീയൂണിയൻ എന്നല്ല, ഇറ്റ് വിൽ ടേക്ക് ടൈം. നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ട് മേ ബി മന്ത്സ് ആയിരിക്കാം, ഇയേഴ്സ് ആയിരിക്കാം. അത് നിങ്ങളുടെ എനർജി അനുസരിച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വൈബ്രേഷൻ ഉയർത്താനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എനർജീസിൻ്റെ ആ ഒരു ഡേയ്സും കാര്യങ്ങളൊക്കെ കുറയുന്നതാണ് കേട്ടോ. ഒരുപാട് ചലഞ്ചസ് ഉണ്ട് കേട്ടോ. 9 of Wands ആണ്. അവർക്ക് ഇനി ഈശ്വര 8 Wands കുത്തിവെച്ചു, ഇനി 9ാമത്തെ Wands എവിടെ കുത്തിവെക്കും എന്ന് ആലോചിച്ച് വിഷമിച്ച് പാസ്റ്റൊക്കെ നോക്കുകയാണ് അവർ. എവിടെയാണ് ഇനി എന്താണ് ബാക്കിൽ മലകൾ കാണും. ഈ മലകളൊക്കെ നമ്മുടെ ചലഞ്ചസ് തടസ്സങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ എന്താ പറയുക, ആ ഒരു ലൈഫ് നിങ്ങൾക്ക് ഇവർക്ക് നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ കാർമികമായിട്ട് ഡെപ്സ് കൂടുതലായിരിക്കും. നമുക്ക് കാർമിക് ബർഡൻ ആയിരിക്കും കൂടുതൽ. ഡെപ്സ് എന്ന് പറയുമ്പോൾ കടങ്ങൾ, എന്തോരം കടങ്ങളായിരിക്കും എന്നറിയാം. അതിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ടാണ് അവരിങ്ങനെ അനുഭവിക്കുന്നത് കേട്ടോ. യെസ്, മൂൺ കാർഡാണ് അവരെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. മൂൺ എനർജി ഭയങ്കര മോശം കാർഡാണ്. കാരണം സ്കോപ്പിയോ ഈ കാണുന്ന പോലെയല്ല, ഒരുപാട് ഫേക്ക് എൻറ്റിറ്റീസാണ്. ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് ഇവരെ പേഴ്സണെ വളച്ചെടുത്തതാണ്. പിന്നെയാണ് ശരിക്കുള്ള സണ്ണിൻ്റെ എനർജി കാണിക്കുന്നത്. ഈഗോ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ട്രിക്കറി. നിങ്ങളുടെ പേഴ്സൺ എങ്ങനെ കള്ളം പറഞ്ഞ് നിർത്താനറിയാം, മനസ്സ് മാറ്റാനറിയാം, നല്ല രീതിയിൽ പെരുമാറാനറിയാം, അപ്പുറത്ത് വേറെ രീതിയിൽ പെരുമാറാം, അങ്ങനെയൊക്കെ പറയില്ല. മൂന്ന് പറഞ്ഞാൽ ഇല്യൂഷനാണ്, അല്ലെങ്കിൽ ഇവരെ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഭയങ്കര ഇല്യൂഷനായിട്ടുള്ള പേഴ്സൺസ്, ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സ്വഭാവങ്ങൾ കാണിക്കുന്നതാണ് മൂൺ എന്ന് പറയുന്നത്. മദർ ഒക്കെ ഉണ്ടായിരിക്കും ഇവർക്ക്. അപ്പോൾ നിങ്ങളുടെ തേർഡ് പാർട്ടിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ മോശം സിറ്റുവേഷനിലൂടെയാണ്. അവരും ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. കണ്ടോ, വിഷമിച്ച് നിൽക്കുകയാണ്. പെട്ടു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാതെ ആരോട് എന്താ ചോദിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവേക്കണിങ് വരുന്നുണ്ട്. അപ്പോൾ അവേക്കണിങ്ങിൻ്റെ പാതയിലൂടെ നിങ്ങൾ പോവുക. അവിടെ ഓരോ സമയത്തും കിട്ടേണ്ട മെസ്സേജസ് കിട്ടുമ്പോൾ നിങ്ങളത് ഹീൽ ചെയ്യുക, റിയലൈസ്ഡ് ആവുക, കണ്ടൻറ്റ് ആവുക, സെൽഫ് ലെവലിൽ പോവുക. ഓക്കെ, ഇത് കണ്ടു എന്ന് വെച്ച് നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജ് അയക്കാനോ പോകരുത്. 2 പൈലിലും പോയി മെസ്സേജ് അയക്കാനോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടെ എനർജി കീപ്പ് ചെയ്ത് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടുന്ന് വന്നോളും. ഓക്കെ, അപ്പോൾ ഇതാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരു മോശം സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. പെയിൻഫുൾ സിറ്റുവേഷൻസ്, പെയിനിനേക്കാളും വേറെ എന്തെങ്കിലും വേർഡ് ഡിപ്രസീവ് അങ്ങനെ പറയാം. കാരണം ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഒന്നൊന്നല്ല കിട്ടുന്നത്, ഒരുപാട് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളാണ് കിട്ടുന്നത്. അതിൽ ഓരോരോ പാഠങ്ങൾ പഠിക്കുന്നുമുണ്ട്. സോ ഇതാണ് നിങ്ങൾക്ക് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്ത് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കൂടെ പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഹീലിങ്സ് സബ് കോൺഷ്യസ് ഹീലിംഗ് ലെവൽ 1 ലെവൽ 2 ഉണ്ട്, അതിന് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ടാരോ കോഴ്സ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിലും അതും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് മീൻസ് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു. എന്നെയും കൂടി ഒന്ന് താങ്ക് യു പറയുക. കാരണം ആ ഒരു എനർജിയാണ് നയിക്കുന്നത്. അപ്പോൾ താങ്ക് യു. യൂണിവേഴ്സിൻ്റെ ആ ഒരു മെസ്സേജസ് എന്നിലൂടെ വരുമ്പോൾ നിങ്ങൾ ആ ഒരു എൻ്റർടൈനിങ് ഒന്ന് താങ്ക് യു പറയുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.